പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വയനാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ പാടശേഖരത്താണുള്ളത്. എൻ്റെ പുറകിൽ കാണുന്നതും എൻ്റെ മുന്നിൽ കാണുന്നതും എൻ്റെ ഈ സൈഡിൽ കാണുന്നതും എല്ലാം വിശാലമായിട്ടുള്ള ഒരു പാടശേഖരമാണ്. ഒരുപാട് കർഷകർ വിത്തിറക്കിയിട്ടുള്ള സ്ഥലമാണ് നമ്മളീ കാണുന്നതെല്ലാം. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു. ഇവിടെ നമ്മൾ മനോഹരമായൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വർഷം നമ്മൾ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഇവിടെ രണ്ടാമത് ഒരു ചിത്രവും കൂടി ഈ വയലിൽ വിരിഞ്ഞിട്ടുണ്ട്. ആ ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യത്തെ യോഗിയായിട്ടുള്ള ആദി യോഗി ആണ് ഈ വയലിൽ വിരിഞ്ഞു നിൽക്കുന്നത്. അത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മനോഹരമായ ഒരു പ്രകൃതിൻ്റെ മടിത്തട്ടിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആദിയോഗി. 15,000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ യോഗ എന്താണെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ച ആദിയോഗി ഈ വയലിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണണ്ടേ? ഈ വയൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്പിക്കൊല്ലി, വയനാട് ജില്ലയിലെ നമ്പിക്കൊല്ലി ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്പിക്കൊല്ലി വയലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്പിക്കൊല്ലി വയലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഈ റോഡിൻ്റെ അപ്പുറേ സൈഡിലും നമ്പിക്കൊല്ലി വയലിൻ്റെ കുറേ വിശാലമായ ഏരിയ വേറെയുണ്ട്. ഇപ്പം നെല്ലിങ്ങനെ ഏകദേശം ഇങ്ങനെ വളർന്നു വരുന്നൊരു സമയമാണ്. ആ സമയത്താണ് നമുക്ക് ആദിയോഗിനെ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ സമയം. അപ്പോൾ ആദിയോഗിൻ്റെ ചരിത്രം ഒക്കെ നമുക്കിതിൻ്റെ പുറകെ പറഞ്ഞു പോവാം. സുൽത്താൻ ബത്തേരിയിലെ സുൽത്താൻ ബത്തേരിയിലെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന, വയനാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ശ്രീ പ്രസീദേട്ടൻ്റെ വയലിലും കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ആദിയോഗിനെ ഇവിടെ സൃഷ്ടിച്ചെടുത്തത് ഒരു പറ്റം കർഷകരും അതോടൊപ്പം A1 പ്രസാദേട്ടൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും കൂടി ചേർന്നിട്ടാണ്. A1 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ A1 പ്രസാദേട്ടൻ എന്നാണ് നമ്മൾ അറിയപ്പെടുക. അദ്ദേഹമാണ് ഈ ആദിയോഗിൻ്റെ ചിത്രം ഈ വയലിൽ ഡിസൈൻ ചെയ്തത്. അതോടൊപ്പം ഒരുപാട് കർഷകർ കുറേ നാളത്തെ അധ്വാന ഫലമായിട്ടാണ് ഈ ഒരു ആദിയോഗി നമ്മളുടെ ഈ വയലിൽ വിരിഞ്ഞു നിൽക്കുന്നത്. എന്ത് രസമുള്ള വയലാന്ന് നോക്ക്. എങ്ങോട്ട് നോക്കിയാലും വയലാണ്, ഏതു ഭാഗത്തും പച്ചപ്പ്. വയനാട് ജില്ലയിൽ ഇതേപോലത്തെ വയലുകൾ ധാരാളം ഉണ്ടെങ്കിലും നമ്പിക്കൊല്ലി വയൽ ഒന്നും കൂടി നമ്മളെയൊക്കെ ആകർഷിക്കുന്ന, നമ്മളെയൊക്കെ മനം വായിക്കുന്ന, നല്ല ശുദ്ധമായ കാറ്റ്, നല്ല വെളിച്ചം എല്ലാം കിട്ടുന്ന അതിമനോഹരമായ ഒരു വയൽ. ആ വയലിൽ ആ ഭാഗത്തായിട്ട് നമ്മളെ ആദിയോഗിയുണ്ട്. സാധാരണ ക്യാമറയിൽ നമുക്കത് കിട്ടില്ല. നമ്മളത് കാരണം കൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചാണ് ആദിയോഗിനെ നമ്മളിന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദിയോഗീൻ്റെ ചിത്രത്തിലേക്ക് പോകാം. അതിമനോഹരമായ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആദിയോഗീൻ്റെ ചിത്രം നമുക്ക് അടുത്തറിയാം. വരൂ.
ഇവിടെ കാണാം വ്യത്യസ്തമായിട്ടുള്ള കളർ നെല്ല് ഉപയോഗിച്ചാണ് ആദി യോഗീൻ്റെ ചിത്രം നമ്മളിവിടെ ഡിസൈൻ ചെയ്തത് കാണാൻ വേണ്ടി പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കളർ നെല്ലുകൾ ആണ് ഇതിന് ഉപയോഗിച്ചുള്ളത്. ഒരുപാട് ഐറ്റം നെല്ലുകൾ പ്രസീദേട്ടൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 300-400 ഐറ്റം നെല്ലുകൾ തന്നെ പ്രസീദേട്ടൻ്റെ കളക്ഷനുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പ്രസീദേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ കാണുന്ന ഭാഗത്തായിട്ടാണ് ആദിയോഗി ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ താഴ്ഭാഗത്ത് ആദിവാസികൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പൂക്കളത്തിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ട്. അത് ഏത് രൂപത്തിലാണ് വന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതും നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം. ഈ ഭാഗത്ത് പൂക്കളവും ആ ഭാഗത്ത് ആ ഒരു കണ്ടം മുഴുവൻ ആദിയോഗീൻ്റെ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വിശാലമായ പാടത്താണ് പൂക്കളവും അതേപോലെ ആദിയോഗീൻ്റെ ചിത്രമുള്ളത്. നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ കളറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നെല്ലിൻ്റെ കളറുകൾ മാത്രം ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഓഹോ, ഇത് ഒരു ബോർഡറാണ് ഒരു കണ്ടത്തിൻ്റെ. ഈ ബോർഡറിൻ്റെ ഇപ്പുറത്ത് ഈ ഭാഗത്താണ് നമ്മളെ ആദിശങ്കരൻ ഉള്ളത്.
ഒരു തരം നെല്ലാണ്, ഇത് വേറൊരു തരം നെല്ല്, ഇത് വേറൊരു തരം നെല്ല്, മറ്റൊരു തരം നെല്ലുകൊണ്ടാണ് നമ്മൾ ആദിശങ്കരൻ ഈ ഭാഗത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദിശങ്കരൻ്റെ തലഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് ആദിശങ്കരൻ്റെ തലഭാഗവും ഇവിടുന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉടൽ ഭാഗമാണ് കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്താൽ മാത്രമേ ആദിശങ്കരനെ നമുക്ക് തെളിഞ്ഞ് വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രോൺ വീഡിയോയും കൂടി എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദിശങ്കരൻ്റെ ഉടൽ ഭാഗത്താണുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ആദിശങ്കരൻ്റെ ഉടൽ ഭാഗം ഈ ഭാഗത്തായിട്ടാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ വേറെ കൃഷികളുണ്ട് പലതരത്തിലുള്ള. ഈ ഒരു സംഭവം കാണുന്നത് ബോർഡർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദിശങ്കരനെ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ബോർഡർ ചെയ്തിട്ടുണ്ട്. 4 ഭാഗത്തുണ്ട് ഈ വയലിൻ്റെ. ഈ വയൽ മീൻസ് ഈ ഒരു കണ്ടത്തിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് നേരെ അതിൻ്റെ താഴെയാണ് ആദിവാസികളിട്ടുള്ള ഒരു പൂക്കളം. അത് ഏകദേശം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വൃത്തത്തിൽ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏകദേശം സെൻട്രലിലെ ഒരു വരമ്പത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദിശങ്കരനെ
ഈ വയലിൽ വളരാനും മനോഹരമായിട്ട് നെല്ലുണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വയലിൽ നിന്ന് നമ്മൾ തൽക്കാലം വിടവാങ്ങാണ്. അതോടൊപ്പം തന്നെ ഈ മനോഹരമായ ശില്പത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.